ഉസ്താദിനും അതുപോലെ, എല്ലാ മഹാന്മാരും അതുപോലെ. എന്നാൽ ചെറുപ്പക്കാരാ നമുക്കെന്തുണ്ട്? സുൽത്താനുൽ ഉലമ ശൈഖുനാ ഉസ്താദ് അവരുകൾ അല്ലാഹു അവിടുത്തെ കരങ്ങൾക്ക് ആഫിയത്ത് നൽകട്ടെ, ശക്തി പകർന്നു കൊടുക്കട്ടെ. അവിടുന്ന് 85 വയസ്സ് കഴിഞ്ഞിട്ടു, ഏകദേശം 80ന്റെ അടുത്ത് വന്നിട്ടു ഒരു നല്ല കെൽപ്പുള്ള ചെറുപ്പക്കാരനെ പോലെ ഓടി നടക്കുന്ന ആദരണീയരായ ഗുരുവര്യർ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുകൾ ആർക്ക് വേണ്ടിയാ ഓടി നടക്കുന്നത്? അവിടുത്തെ ഭാര്യ മക്കൾക്ക് വേണ്ടിയാണോ? അവിടുത്തെ വീട്ടുകാർക്ക് വേണ്ടിയാണോ? കുടുംബത്തിന് വേണ്ടിയാണോ? ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, 25,000 വരുന്ന മക്കള് ഒരൊറ്റ ക്യാമ്പസിന്റെ ഉള്ളിലായി മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നുകരുന്ന ഒരു കേന്ദ്രം, സുൽത്താനുൽ ഉലമയുടെ കേന്ദ്രമായ മർക്കസല്ലാത്ത വേറെയൊരു കേന്ദ്രമുണ്ടോ? മർക്കസിന്റെ ഒരു ദിവസത്തിന്റെ ചെലവെത്രയാണ്? 3 ലക്ഷങ്ങളിലേറെയാണ്. സുബ്ഹാനല്ലാഹ്, 10 ദിവസത്തിന്റെ ചെലവെത്രയാണ്? 35 ലക്ഷങ്ങളിലേറെയാണ്. 12 മാസങ്ങളുടെ ചെലവെത്രയാണ്? 1 കോടിയിലേറെയാണ്. ഒരു കൊല്ലത്തിന്റെ ചെലവ് 1 കോടിയിലേറെ എന്ന് വരുമ്പോ ചോദിക്കട്ടെ, ഒരു വർഷത്തോളം കോടിക്കണക്കിന് രൂപകൾ ചെലവഴിച്ചിട്ട് പട്ടിണി പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ ഈ സമുദായത്തിന്റെ മുൻനിരയിലേക്ക് നയിക്കുന്ന ഒരു നേതാവ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സുൽത്താനുൽ ഉലമയല്ലാത്ത വേറെ ഒരു നേതാവില്ല. അതുകൊണ്ട് മക്കളെ, ചെറുപ്പക്കാരെ, ആ മഹാന്മാരായ നേതൃത്വമോടി നടക്കുമ്പോ പാവപ്പെട്ട നൗഫൽ എന്ത് ചെയ്തു? നൗഫലിന്റെ പ്രസംഗം കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ വകുപ്പുണ്ടോ? നൗഫലിന്റെ പ്രഭാഷണം കേൾക്കുന്ന കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, നാം എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് ആശ്വസിക്കാൻ ഒരു വകുപ്പുണ്ട്. അൽഹംദുലില്ലാഹ്, ഇവിടെ SYSന്റെ പതാക കയ്യിൽ പിടിച്ച്, SSFന്റെ പതാക കയ്യിൽ പിടിച്ച് ഓടി നടക്കുന്ന ചെറുപ്പക്കാരെ, നമുക്ക് ആശ്വസിക്കാൻ ഒരു വകുപ്പുണ്ട്. എന്തേ കാരണം? ഇതിന്റെ തലപ്പത്തിരുന്ന് നേതൃത്വം നൽകിയ മഹാന്മാർ അവർ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന ഈ ദൗത്യം, ഈ പതാക കയ്യിലേന്തി ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഓടി നടന്നാൽ നാളെ അർശിന്റെ തണലുണ്ട്. അള്ളാന്റെ ഇബാദത്തിലായി വളർന്നു വന്ന ചെറുപ്പക്കാരന് അർശിന്റെ തണലുണ്ട്. ഓർത്തുപോകുന്നു, ഈ അടുത്ത് കേരളത്തിലെ നാദാപുരം എന്ന സ്ഥലത്ത് സാധുവായ ഞാൻ വാവിന് പോയപ്പോ അവിടെയുള്ള SSFന്റെ ചെറുപ്പക്കാർ, അബ്ബാസ് എന്ന പേരുള്ളൊരു ചെറുപ്പക്കാർ ഈ പരിപാടി ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നുണ്ടാകുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ കൂട്ടിക്കൊണ്ടുപോയി നോക്കുമ്പോ പരിസരത്ത് കണ്ണോത്ത് എന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പരിസരത്ത് നേരെ മുന്നിൽ ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ ഒരു ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയി ഞാൻ ആ ഖബറിന്റെ മീസാൻ കല്ല് നോക്കുമ്പോ ഓ ഖാലിദ് എന്ന ചെറുപ്പക്കാരന്റെ ഖബറാണ്. 1995 ലോകത്തോട് വിട പറഞ്ഞ ഓ ഖാലിദ് എന്ന ചെറുപ്പക്കാരൻ ഞാൻ അതാ കണക്കിട്ട് നോക്കുമ്പോ 22 വർഷം പിന്നിട്ടിരിക്കുന്നു. ചോദിക്കട്ടെ, ഇവിടെ ഖബറിസ്ഥാനില്ലേ? 22 വർഷങ്ങൾ മരിച്ച് പിന്നിട്ട ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ ഖബർ സിയാറത്തിന് സാദാത്തുക്കൾ വരുന്നത് കാണാറുണ്ടോ? തങ്ങന്മാര് വരുന്നത് കാണാറുണ്ടോ? അലിമീങ്ങൾ വരുന്നത് കാണാറുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഒരു പൊതു ഖബറിസ്ഥാനിൽ ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ ഒരു ഖബറാണ് ഓ ഖാലിദ് എന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഇന്നും ആ ചെറുപ്പക്കാരന്റെ ഖബറ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം സിയാറത്തിന് പോകുന്ന ഒരുപാട് തങ്ങന്മാരും പ്രവർത്തകരും ആലിമീങ്ങളുണ്ട്. എന്തേ കാരണമെന്നറിയോ?
30 വർഷങ്ങൾക്ക് മുമ്പ് 30 വയസ്സ് ആകുന്നതിന് മുമ്പ് ലോകത്തോട് യാത്ര പറഞ്ഞ ചെറുപ്പക്കാരനാണ് ഓ ഖാലിദ്. പക്ഷെ എന്നാലും അറിയുമോ, ഇന്നും ആ ചെറുപ്പക്കാരനെ ഓർക്കാനുള്ള കാരണം എന്താണ്? മഹാന്മാരായ സാദാത്തുക്കളുടെ പിന്നിലണിനിരന്ന്, ആലിമീങ്ങളെ പിന്നിലണിനിരന്ന് SSFന്റെ പതാക കയ്യിൽ പിടിച്ച് പ്രവർത്തിച്ച ചെറുപ്പക്കാരനാ. എന്നോട് അബ്ബാസ് പറഞ്ഞു, ഉസ്താദേ, ഓ ഖാലിദ് മരണപ്പെട്ടപ്പോൾ അന്ന് ഓ ഖാലിദിന്റെ ജനാസ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുളിപ്പിച്ച് നേരെ മർക്കസിൽ കൊണ്ടുപോയി അവിടെ ജനാസ നിസ്കാരം നടന്നു. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നേരെ നാട്ടിലേക്ക് ചൊക്ലിയിലേക്ക് അതാ ജനാസ കൊണ്ടുവരികയാണ്. ആംബുലൻസിൽ മയ്യിത്ത് കൊണ്ടുവരുമ്പോ അതാ റോഡിന്റെ 2 ഭാഗത്തും 43ഓളം വരുന്ന മദ്രസയിലെ മക്കള്, അതുപോലെ ഉസ്താദുമാര്, ആ ഉസ്താദുമാരും മക്കളും റോഡിന്റെ 2 വശങ്ങളിൽ നിൽക്കുന്നു, തഹ്ലീല് ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ഓ ഖാലിദ് എന്ന ചെറുപ്പക്കാരന്റെ ജനാസയെ വരവേൽക്കുന്നു. എന്തൊരു ഭാഗ്യമാണ്! നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. എന്തേ കാരണമെന്നറിയോ? ഓ ഖാലിദ് തങ്ങളല്ല, ഓ ഖാലിദ് വലിയ ആലിമല്ല, ഓ ഖാലിദ് വലിയ കോടീശ്വരനല്ല, ഓ ഖാലിദ് വലിയ പണക്കാരനല്ല. പക്ഷേ ഓ ഖാലിദിന്റെ കയ്യിൽ ഒരു സമ്പത്തുണ്ടായിരുന്നു. എന്താണെന്നറിയോ? SSF എന്ന സമ്പത്താണ് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തോട് യാത്ര പറഞ്ഞ ഷമീർ മുസ്ലിയാരെ പരിചയമില്ലേ? കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കാരനായ ഷമീർ എന്ന കൂട്ടുകാരൻ സുബ്ഹാനല്ലാഹ് സഖാഫി ബിരുദം വാങ്ങാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, സമയങ്ങൾ അല്പം മാത്രമേ ബാക്കിയുള്ളൂ. പഠിക്കുന്ന സമയത്ത് തന്നെ അല്ലാഹുവിന്റെ വിളിക്കങ്ങ് ഉത്തരം ചെയ്തു. ആ ഷമീരിന്റെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയതാരാണെന്നറിയോ? ഈ പ്രസ്ഥാനത്തിന്റെ തുടിപ്പും എല്ലാമെല്ലാമായ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുകളാണ്. എല്ലാ തിരക്കുകളും അങ്ങ് മാറ്റിവെച്ച് ഒരു നിമിഷം പോലും സമയം ലഭിക്കാത്ത നേതാവല്ലേ? എല്ലാ തിരക്കും അങ്ങ് മാറ്റിവെച്ച് ഒരു SSFന്റെ കരളിന്റെ തുടിപ്പായ ഷമീർ മുസ്ലിയാർ മരണപ്പെട്ടു എന്ന വിവരം കേട്ടപ്പോ നേതാവായ സുൽത്താനുൽ ഉലമാ ഷമീരിന്റെ വീട്ടിലെത്തി, ആ പള്ളിയിലെത്തി. ഇന്ന് SSF എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ? കേരളത്തിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല, അങ്ങകലെ വിദേശ രാഷ്ട്രങ്ങളിൽ വരെ SSFന്റെ സഹോദര സംഘടനകളായ ICF പ്രവർത്തിക്കുന്നുണ്ട്. കർണാടകയിലെ KCF പ്രവർത്തിക്കുന്നുണ്ട്. റിസാല സ്റ്റഡി സർക്കിൾ എന്ന പേരിൽ RSC പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ശാഖകളിലും എല്ലാ യൂണിറ്റുകളിലും എന്തിനേറെ പറയണു, മക്കത്തെ ഹറം ഷരീഫിൽ വരെ മദീനയുടെ റൗള ചാരത്ത് വരെ